രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 7ാമത്തെ ദശകമാണ്, 5ാമത്തെ ശ്ലോകമാണ്, 69ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് അഷ്ടപതിയുടെ ക്ലാസ് കിട്ടും. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ചിലരൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നേരിട്ട് വരണമെന്ന് പറയുന്നുണ്ട്. വരാം. എൻ്റെ മെത്തേഡ് ഇതാണ്: 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ മെത്തേഡ്. ഇവിടെ ദൂരെ നിന്ന് വന്ന ആളുകൾ പഠിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം താമസ സൗകര്യങ്ങളുണ്ട്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ 96453339 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതുപോലെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേൾക്കണം. പിന്നെ രാധിക കവചം, അത് 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ കേൾക്കുക. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഒരു കാരണവശാലും മറക്കരുത്. നിശ്ചയമായും നിങ്ങൾ കാണണേ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. बरसाने वाली राधा रानी की जय.
എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമുക്ക് പാടിത്തരുന്നത് എന്താണ്? നിങ്ങളുടെയൊക്കെ ഹൃദയം കവർന്ന, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടതായി മാറിയ കൃഷ്ണശ്രീ. കൃഷ്ണശ്രീയാണ് പാടിത്തരുന്നത്. ശരിക്കും പറഞ്ഞാൽ രാധേ രാധേ ചാനലിന് വേണ്ടി കൃഷ്ണശ്രീ വലിയ ഉപകാരമാണ് ചെയ്യുന്നത്. ഓരോ എപ്പിസോഡും ഇങ്ങോട്ട് വന്ന് ഞാൻ പാടിത്തരാം എന്നാണ് പറയുന്നത്. കൃഷ്ണശ്രീയെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നോക്കൂ, നമ്മുടെ ഗ്രൂപ്പിലെ പലരും ഇപ്പോൾ കൃഷ്ണശ്രീയുടെ സ്റ്റുഡൻസായി മാറിക്കഴിഞ്ഞു. നമ്മുടെ ഇന്ദു തനുജയൊക്കെ കൃഷ്ണശ്രീയുടെ കൂടെ പഠിക്കാനായിട്ട് ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ രാധാമാധവൻ ഗ്രൂപ്പിൽ തന്നെയുള്ള പലരും ഇന്ന് കൃഷ്ണശ്രീയുടെ സ്റ്റുഡൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം അവരൊക്കെ കൃഷ്ണശ്രീയെ കുറിച്ച് പറയുന്നത് ഭയങ്കര ഒപ്പീനിയനാണ്. എന്തൊരു സിൻസിയാരിറ്റി ആണെന്നാണ് പറയുന്നത്. അതോടൊപ്പം കുട്ടികൾ പറയുന്നത് കേൾക്കാം, എന്തൊരു സ്നേഹമാണ് ടീച്ചർക്കെന്ന്. അതെ, ഒരു ടീച്ചർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ക്വാളിറ്റിയാണ്. അപ്പോൾ എന്നോട് പറയുന്നവരുടെ അടുത്ത് ഞാൻ പറയും, കാരണം ഗുരുവായൂരപ്പൻ്റെ ഭക്തയല്ലേ, ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് എപ്പോഴും ആത്മാർത്ഥത കാണും, അവർക്കെപ്പോഴും സ്നേഹം കാണും, തൻ്റെ സ്റ്റുഡൻസ് മുൻഗണനയിലെത്തണമെന്ന് തോന്നും. അതേ കണക്ക് തന്നെ എന്നെ UK നിന്നൊരു പ്രവീണ വിളിച്ചിരുന്നു. അപ്പോൾ പ്രവീണ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നോക്കേ എൻ്റെ മോള് സാറേ ഈ കൃഷ്ണശ്രീ ടീച്ചറുടെ സ്റ്റുഡൻ്റാണ്. അവിടെ എന്തോ ഒരു കോമ്പറ്റീഷൻ, പേര് മറന്നുപോയി, അതിനകത്ത് 1ാം സമ്മാനം നേടി. ആ ടീച്ചർ ഭയങ്കര സിൻസിയറാണ്. അപ്പോൾ കൃഷ്ണശ്രീ ഓൺലൈനിലൂടെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അമേരിക്ക, UK, കാനഡ, അങ്ങനെ ഇറ്റലി, അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് കൃഷ്ണശ്രീയുടെ അടുത്ത് ഓൺലൈനിലൂടെ പഠിക്കുന്നുണ്ട്. ഇപ്പം എന്താ നമ്മുടെ രാധാമാധവൻ ഗ്രൂപ്പിൽ ഒരുപാട് പേര് കൃഷ്ണശ്രീയുടെ അടുത്ത് ചേർന്ന് കഴിഞ്ഞു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഇന്ദു തനുജയുടെ പേരാണ്. മിടുക്കിയല്ലേ, ഓൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ കളിച്ചായിരിക്കുമോ. പിന്നെ ജനം TV പാടൂ നീടൂ വിന്നറാണ്. അതാണ് പ്രശ്നം, വിന്നറാണ്. ഏഷ്യാനെറ്റ് പോലുള്ള ഒരു വലിയ സംഭവമാണ് ഏഷ്യാനെറ്റ്. എത്ര പേരാ പാടാൻ വരുന്നത്. അതിൻ്റെ സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ അസാമാന്യമായ കഴിവുകൊണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. ഫ്ലവർ TV വളരെ ഫ്ലറിഷ് ആയിട്ടുള്ളൊരു TV ആണത്. അതിൻ്റെ മ്യൂസിക്കലിൽ വൈഫ് റണ്ണറപ്പാണ്, പ്ലേ ബാക്ക് സിംഗറാണ്, റെക്കോർഡിംഗ് ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് പെർഫോമറാണ്, ടീച്ചർ ആൻഡ് വോക്കൽ ട്രെയിനറാണ്. സർവോപരി അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളൊരു കുട്ടിയാണ്, അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളൊരു കുട്ടി. പിന്നെ സംഗീതത്തോടുള്ള അടങ്ങാത്ത താല്പര്യം, അതിനകത്ത് നടത്തുന്ന റിസർച്ച്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷ്ണശ്രീയെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഒരു തൃപ്തി വരില്ല. കാരണം ആരൊക്കെയാണോ എൻ്റെ വാക്ക് കേട്ട് പോയിട്ടുള്ളത് അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും, സാറേ സാറ് പറയുന്നതിനേക്കാൾ ഇരട്ടി ഗുണമുണ്ട്. അത് സത്യമായിരിക്കും. കാരണം നമുക്ക് വാക്കുകൾക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ഓരോന്ന് പറയാനായിട്ട് പരിമിതി ഉണ്ടല്ലോ, വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി സ്ഥിരമായി പാടി ഇങ്ങനെ തരുന്ന കൃഷ്ണശ്രീയോട് ഞങ്ങൾക്കെല്ലാം വളരെയധികം നന്ദിയുണ്ട്. ഇതാ അതിമനോഹരമായി ഗുരുവായൂരപ്പൻ്റെ ഭക്തയായ സാക്ഷാൽ കൃഷ്ണശ്രീ, അതേ കൃഷ്ണൻ്റെ പേരുള്ള, കൃഷ്ണൻ്റെ ശ്രീ ഐശ്വര്യമുള്ള നമ്മുടെ കൃഷ്ണശ്രീ ഇതാ പാടുകയാണ്. കേട്ടുകൊള്ളൂ. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവദാതദ്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്തതഥാവിധോ നദപദാ ദിവ്യന്തി ദിവ്യാജനാസ്തത്തേ ധാമ നിരസ്തസർവശമലം വൈകുണ്ഠരൂപം ജയേ. അപ്പോൾ നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണശ്രീ അത് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നോക്കേ, യസ്മിൻ നാമ
ചതുർഭുജാ ഹരി മണിശ്യാമാവതാ തത്തിക്ഷോ നാനാഭൂഷണ രത്ന ദീപിത ദിശോ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്ത തഥാ വിധോന്നത പദ ദിവ്യന്തി ദിവ്യ ജനാസ്തത്തെ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠ രൂപം ജയേ. അർത്ഥം എഴുതിക്കോ. യസ്മിൻ നാമ അർത്ഥം ഏതൊരിടത്താണോ, യസ്മിൻ നാമ അർത്ഥം ഏതൊരിടത്താണോ, ചതുർഭുജം അർത്ഥം 4 കൈകളോടും, 4 കൈകളോടും, ഹരിമണി അർത്ഥം ഇന്ദ്രനീല കല്ലുകൾക്കും, ഹരിമണി ഇന്ദ്രനീല കല്ലുകൾക്കും, ശ്യാമ അവതാത തിഷ അർത്ഥം തുല്യമായ നീല നിറത്തിൻ്റെ ശോഭയുള്ളവരും, ശ്യാമ അവതാത തിഷ അർത്ഥം തുല്യമായ നീല നിറത്തിൻ്റെ ശോഭയുള്ളവരും. അടുത്തത് നാനാഭൂഷണ അർത്ഥം പല വിധത്തിലുള്ള ആഭരണങ്ങൾ, നാനാഭൂഷണ പല വിധത്തിലുള്ള ആഭരണങ്ങൾ. രത്നദീപിത ദിശോ അർത്ഥം രത്നങ്ങൾ കൊണ്ട് ദിക്കുകളെ ശോഭിപ്പിക്കുന്നവരും, രത്നങ്ങൾ കൊണ്ട് ദിക്കുകളെ ശോഭിപ്പിക്കുന്നവരും. രാജദ്വിമാനാലയ അർത്ഥം ശോഭിക്കുന്ന വിമാനങ്ങളെ വസതികളാക്കിയവരും, ശോഭിക്കുന്ന വിമാനങ്ങളെ വസതികളാക്കിയവരും. ഭക്തിപ്രാപ്ത ഭക്തിപ്രാപ്ത ഭക്തി കൊണ്ട്, ഭക്തി കൊണ്ട്. തഥാ അങ്ങനെ. വിധോന്നത പഥ അർത്ഥം ഉന്നത നില പ്രാപിക്കപ്പെട്ടവരുമായ, ഉന്നത നില പ്രാപിക്കപ്പെട്ടവരുമായ. ദിവ്യന്തി അർത്ഥം വിളങ്ങുന്നു, ദിവ്യാജന അർത്ഥം ദിവ്യരായ ജനങ്ങൾ. തത്തേ ധാമ തത്തേ ധാമ ബുക്കിൽ ചേർത്ത് വരുമ്പോൾ വേറെ രീതി വരും. തത്തേ ധാമ അർത്ഥം അപ്രകാരമുള്ള അങ്ങയുടെ താമസ സ്ഥലം, അപ്രകാരമുള്ള അങ്ങയുടെ താമസ സ്ഥലം. അടുത്തത് നിരസ്ത സർവശമലം എല്ലാ വിധത്തിലുമുള്ള മാലിന്യങ്ങൾ അകന്ന, നിരസ്ത സർവശമലം അർത്ഥം എല്ലാ വിധത്തിലുമുള്ള മാലിന്യങ്ങൾ അകന്ന. വൈകുണ്ഠ രൂപം, വൈകുണ്ഠ രൂപം ജയേത് എന്ന് പറഞ്ഞാൽ വൈകുണ്ഠ രൂപം ജയിക്കട്ടെ, വൈകുണ്ഠ രൂപം ജയിക്കട്ടെ. അപ്പോൾ ഇവിടെ ഇനി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടെ. ആ വൈകുണ്ഠത്തിൽ 4 കൈകളോട് കൂടിയ ദിവ്യജനങ്ങൾ ശോഭിക്കുന്നു. അതായത് ഗുരുവായൂരപ്പൻ താമസിക്കുന്ന വൈകുണ്ഠത്ത് അവിടെ ഉള്ളവർക്കെല്ലാം 4 കൈകളുണ്ട്. ഇനി അവിടെ ഉള്ളവർക്കെല്ലാം ഇന്ദ്രനീല കല്ലുണ്ടല്ലോ, ഇന്ദ്രനീല കല്ലിൻ്റെ ശോഭയ്ക്ക് തുല്യമായ നീല നിറത്തിലുള്ളവരാണ്. അപ്പോൾ വൈകുണ്ഠത്തുള്ളവരുടെ നിറം നീല നിറമാണ്. എന്തിൻ്റെ നിറം? ഇന്ദ്രനീല കല്ലിൻ്റെ നീല നിറമുള്ളവരാണ്. അപ്പോൾ വൈകുണ്ഠത്തിൽ താമസിക്കുന്നവർക്ക് 4 കൈകൊണ്ട്, അവർക്ക് ഈ നീല കളറാണ്. എന്തിൻ്റെ നീല എന്ന് ചോദിച്ചാൽ ഇന്ദ്രനീല രത്നത്തിൻ്റെ നീല കളറ്. ഇനി അവര് പല വിധത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു. ആ ആഭരണങ്ങളെല്ലാം രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ആ രത്നത്തിൻ്റെ ശോഭയിൽ 4 ദിക്കുകളും അങ്ങനെ പ്രകാശിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. വൈകുണ്ഠത്തിൽ താമസിക്കുന്നവരുടെ പ്രത്യേകത പറയുകയാണ്. വൈകുണ്ഠത്തിൽ താമസിക്കുന്നവർക്ക് 1 4 കൈകളുണ്ട്, 2 അവരുടെ നിറം നീലയാണ്. ഇന്ദ്രനീല കല്ലിൻ്റെ ആ ശോഭയ്ക്കു തുല്യമായ നീല. പിന്നെ അടുത്തത് അവർ പലതരത്തിലെ ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. ഈ ആഭരണങ്ങളെല്ലാം രത്നങ്ങൾ കൊണ്ടുള്ളവയാണ്. ആ രത്നം ഭയങ്കരമായി മിന്നിത്തിളങ്ങുന്നതാണ്. ആ രത്നത്തിൻ്റെ ശോഭയിൽ 4 ദിക്കുകളും അങ്ങനെ വെട്ടിത്തിളങ്ങുകയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവർ താമസിക്കുന്നതൊക്കെ ഭയങ്കര ശോഭയുള്ള വിമാനങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പം അവിടുത്തെ ആളുകളുടെ
പ്രത്യേകതകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ ഇവരിവിടെ എത്തിയെന്ന് പറയുകയാണ്. ഭക്തി കൊണ്ട് മാത്രമാണ് ഈ ഉന്നതമായ നിലയിൽ ഇവര് എത്തിച്ചേർന്നത്. സർവവിധ അഴുക്കുകളും മാലിന്യങ്ങളും നശിച്ചിരിക്കുന്ന ഇടമാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അങ്ങനെ യാതൊരുവിധ മാലിന്യത്തിനും സ്ഥാനം എന്ന് വെച്ചാൽ മനോമാലിന്യം, പക, അസൂയ, അതൊക്കെയാണ് മാലിന്യം. അങ്ങനെ യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലാത്ത വൈകുണ്ഠം ജയിക്കട്ടെ. അപ്പൊ ആദ്യം പറയുന്നു, വൈകുണ്ഠത്ത് താമസിക്കുന്ന ജനങ്ങൾ ദിവ്യജനങ്ങളാണ്. അവരുടെ പ്രത്യേകത നമ്പർ 1 4 കൈയുണ്ട്. നമ്പർ 2 നീല നിറം, ഇന്ദ്രനീല കല്ലിന്റെ നീല നിറമുള്ളവർ. നമ്പർ 3 ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. നമ്പർ 4 ഓരോ ആഭരണങ്ങളിലും ഭയങ്കരമായ രത്നങ്ങളുണ്ട്. 5 ആ രത്നം ഭയങ്കരമായി വെട്ടിത്തിളങ്ങുന്നു. അടുത്തത് 6 അതിൻ്റെ ശോഭയിൽ ദിക്കുകളൊക്കെ പ്രകാശിക്കുന്നു. 7 ഇവർ താമസിക്കുന്നത് അസാധാരണമായ ശോഭയുള്ള വിമാനങ്ങളിലാണ്. ആര് താമസിക്കുന്നത്? ഇവര് താമസിക്കുന്നത് ഭയങ്കരമായ ശോഭയുള്ള വിമാനങ്ങളിലാണ് താമസിക്കുന്നത്. അവിടെ യാതൊരുവിധ മാലിന്യങ്ങളും അവിടെ ഇല്ല. അങ്ങനെയുള്ള ആ വൈകുണ്ഠം വിജയിക്കട്ടെ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ വരി എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ വരി എന്താ പറയുന്നത്? യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാതുഷോ. യസ്മിൻ നാമ ഏതൊരിടത്താണോ, ചതുർഭുജ 4 കൈകളോടും, ഹരിമണി ഇന്ദ്രനീല കല്ലുകൾക്കും, ശ്യാമ അവതാത, ശ്യാമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നീല നിറം, ശ്യാമ അവതാത തിക്ഷ തുല്യമായ നീല നിറത്തിൻ്റെ ശോഭ ഉള്ളവരും എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ വിശദമായി പറഞ്ഞു തന്നതാണ്. ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് വൈകുണ്ഠവാസികൾ എങ്ങനെ ഉള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈകുണ്ഠവാസികൾ എങ്ങനെ ഉള്ളവരാണെന്ന് ആദ്യത്തെ വരിയിൽ പറയുന്നു ഇല്ലേ? യസ്മിൻ നാമ എവിടെയാണോ, ചതുർഭുജ 4 കൈകളോടെന്ന്. അതായത് വൈകുണ്ഠത്തിലുള്ളവർക്ക് 4 കൈകളുണ്ടെന്നും ഇന്ദ്രനീല രത്നത്തിനു തുല്യമായ ശോഭയാണ് അവരുടെ ശരീരത്തിനെന്നുമാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി പറഞ്ഞു തരാം. വൈകുണ്ഠത്ത് താമസിക്കുന്ന ഓരോ ദിവ്യ ആത്മാക്കളും ഭഗവാനെ പോലെയാണ്. ഭഗവാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെ വസിക്കുന്നവർക്കുമുണ്ട്. ഒറ്റ നോട്ടത്തിൽ വൈകുണ്ഠത്തിൽ വസിക്കുന്നവരെയും ഭഗവാനെയും കണ്ടാൽ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഭഗവാന് 4 കൈയുണ്ട്, വൈകുണ്ഠത്ത് വസിക്കുന്നവർക്കും 4 കൈയുണ്ട്. ഭഗവാന് ഇന്ദ്രനീല കല്ലിൻ്റെ നീല നിറത്തിൽ അങ്ങനെ ശോഭിച്ചു വിലസുകയാണ്. അവിടെ വസിക്കുന്നവരും ഇന്ദ്രനീല കല്ലിൻ്റെ നീല നിറത്തിൽ ശോഭിച്ചങ്ങനെ വിലസുകയാണ്. അതായത് തനിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാൻ വൈകുണ്ഠത്ത് എത്തിച്ചേരുന്ന ഭക്തർക്ക് കൊടുത്തിരിക്കുന്നു. ഭക്തവത്സലാ നാരായണ, ഭക്തവത്സലാ നാരായണ, ഭക്തവത്സലാ നാരായണ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. നാനാഭൂഷണ രത്നദീപിത ദിശോ രാജദ്വിമാനാലയ. നാനാഭൂഷണ അർത്ഥം പലതരത്തിലുള്ള ആഭരണങ്ങളും, രത്ന നമ്മുടെ രത്നങ്ങൾ, ദീപിത ശോഭിക്കുന്നു, രത്നങ്ങൾ കൊണ്ട് തിളങ്ങുന്നു, ദിശോ ദിക്കുകളെല്ലാം, രാജ വിമാനാലയ രാജ ശോഭിക്കുന്ന വിമാനം, അതായത് വിമാനം, പിന്നെ ആലയം ഇരിപ്പടം. അതായത് എന്താണ് അടുത്ത വരിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് വൈകുണ്ഠവാസികൾ ധാരാളം ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു. ആ ആഭരണങ്ങളെല്ലാം രത്നങ്ങൾ കൊണ്ടാണ്. ആ രത്നത്തിൻ്റെ പ്രകാശത്തിൽ 4 ദിക്കുകളും അങ്ങനെ വെട്ടിത്തിളങ്ങുകയാണെന്നാണ് പറയുന്നത്.
അപാരമായ രത്നത്തിൻ്റെ പ്രകാശമാണ് അവിടെ ഉള്ളത്. ഇനിയാണ് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ അടുക്കിന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. വൈകുണ്ഠത്ത് താമസിക്കുന്നവർക്ക് എന്താണ് 4 കൈകളുണ്ട്, ഇന്ദ്രനീല രത്നത്തിൻ്റെ നിറമാണെന്നും പറഞ്ഞു. എന്നിട്ട് അവർ ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു, അതെല്ലാം രത്നങ്ങൾ കൊണ്ട് ആ രത്നങ്ങളുടെ ശോഭയിൽ 4 ദിക്കുകളും വെട്ടിത്തിളങ്ങുന്നു. ഇനി പറയുന്നു ഇവർ താമസിക്കുന്നത് വിമാനങ്ങളിലാണെന്നാണ് പറയുന്നത്. ആ വിമാനമാകട്ടെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വിമാനമാണ്. ആ രത്നങ്ങളുടെ ശോഭയിൽ വിമാനം മുഴുവനും പ്രകാശപൂരിതമാണ്. ഇത് ശ്രദ്ധിച്ചോണം. അവര് താമസിക്കുന്നത് വിമാനത്തിലാണ്. ആ വിമാനത്തിനകത്ത് ആ വിമാനം മുഴുവനും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആ രത്നങ്ങളുടെ ശോഭയില് വിമാനം ഇങ്ങനെ പ്രകാശപൂരിതമാണ്. ഇവിടെ വിമാനത്തിന് പല അർത്ഥം നമുക്കെടുക്കാം. ഒന്ന്, വിമാനം ആകാശത്ത് സഞ്ചരിക്കാനുള്ള വാഹനം. ആ അർത്ഥത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭഗവാനോടൊപ്പം താമസിക്കുന്ന വൈകുണ്ഠത്തിലെ നിവാസികൾ അവർക്ക് എപ്പോഴെങ്കിലും മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ അവർ സഞ്ചരിക്കുന്നത് വിമാനത്തിലാണെന്ന് പറയാം. രണ്ടാമത്തെ അർത്ഥം, അമ്പലങ്ങളുടെ ശ്രീകോവിലിന് മുകളിലുള്ള സ്തൂപികയ്ക്ക് നമ്മൾ വിമാനം എന്ന് വിളിക്കും. അമ്പലങ്ങളിലെ ശ്രീകോവിലിന് മുകളിലുള്ള സ്തൂപികയ്ക്ക് നമ്മൾ വിമാനം എന്ന പേര് വിളിക്കും. അവിടെ എല്ലാം ദേവചൈതന്യത്തിൻ്റെ ഇരിപ്പിടമാണ്. അതുപോലെ ദേവീ വിഗ്രഹങ്ങളുടെ പിന്നിൽ ഘടിപ്പിക്കുന്ന ഒരു പ്രഭയുണ്ട്, ഒരു ശോഭ. നമ്മൾ ഈ മിക്ക ദേവീ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അതിൻ്റെ പുറവിനിങ്ങനെ ഒരു ശോഭ വരും. ആ ശോഭയ്ക്കും വിമാനമെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഇരിപ്പിടം എന്നാണ് ഈ പ്രഭയുടെ അർത്ഥം. അപ്പൊ നമ്മൾ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ പിന്നിൽ ഘടിപ്പിക്കുന്ന പ്രഭ, ആ പ്രഭയിലാണ് ഭഗവാൻ ഇരിക്കുന്നതെന്നാണ് സങ്കല്പം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈകുണ്ഠത്തെ നിവാസികളുടെയൊക്കെ ഇരിപ്പിടം എന്ന് പറയുന്നത് രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച വിമാനം എന്നർത്ഥത്തിലും എടുക്കാം. അപ്പൊ അവർ സഞ്ചരിക്കുന്ന വാഹനം വിമാനം എന്നർത്ഥത്തിലെടുക്കാം. അവരിയ്ക്കുന്ന ഇരിപ്പിടവും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വിമാനം. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കുന്നതും ഏത് തന്നെയാണ്? ആ വിമാനം. ആ വിമാനത്തിലെ സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ആ വിമാനത്തിലെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച സീറ്റിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ പിടികിട്ടിയല്ലോ. അപ്പൊ രണ്ടാമത്തെ വരിയിൽ പറയുന്നു, അവിടെ ഉള്ളവർ നിരവധി ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു, അത് രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്, അതിൻ്റെ ശോഭയിൽ അതെല്ലാം വെട്ടിത്തിളങ്ങുന്നു. അവർ വിമാനങ്ങളിലാണ് താമസിക്കുന്നത്, ആ വിമാനമാകട്ടെ രത്നം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അപ്പൊ അവർ താമസിക്കുന്നത് വിമാനത്തിലെന്ന് പറഞ്ഞാൽ ഒന്ന്, വിമാനം ആകാശത്ത് സഞ്ചരിക്കാനുള്ളതാണ്, ആ അർത്ഥത്തിൽ അവരുടെ സഞ്ചാരം വിമാനത്തിലാണ്. രണ്ട്, അമ്പലങ്ങളുടെ ശ്രീകോവിലിന് മുകളിലുള്ള സ്തൂപിക ദേവചൈതന്യത്തിന്റെ ഇരിപ്പിടങ്ങളാണ് അമ്പലത്തിലെ എല്ലാം. രണ്ട്, ദേവന്റെയും ദേവിയുടെയും വിഗ്രഹത്തിന് പിന്നിൽ ഘടിപ്പിക്കുന്ന പ്രഭ, ആ പ്രഭയും ദേവന്റെ ഇരിപ്പിടമാണ്. അതുപോലെ ആ അർത്ഥം എടുക്കുകയാണെങ്കിൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്ന ഭക്തന്മാരുടെ ഇരിപ്പിടങ്ങളെല്ലാം രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച വിമാനങ്ങളിലാണ് എന്ന അർത്ഥത്തിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് നമുക്ക് കിടക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭക്തി പ്രാപ്ത തഥാ വിധോന്നത പഥ ദിവ്യന്തി ദിവ്യ ജനാസ്തത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭക്തിപ്രാപ്ത, അർത്ഥം ഭക്തി കൊണ്ട്, തഥാ അങ്ങനെ, വിധോന്നത പദ ഉന്നത നില പ്രാപിക്കപ്പെട്ടവര്, ദിവ്യന്തി, ദിവ്യന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളങ്ങുന്നു, ദിവ്യാജന അർത്ഥം ദിവ്യമായ ജനങ്ങൾ. അതായത് മൂന്നാമത്തെ വരിയിൽ പറയുന്നത് വൈകുണ്ഠത്ത് എങ്ങനെ എത്തിച്ചേരാമെന്നാണ്. വൈകുണ്ഠത്ത് എത്തിച്ചേരാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് ഭക്തിയാണ്. ഭക്തി കൊണ്ട് മാത്രമേ വൈകുണ്ഠം പ്രാപിക്കാൻ കഴിയൂ. മറ്റൊന്നിലൂടെയും നിങ്ങൾക്ക് വൈകുണ്ഠപ്രാപ്തി കിട്ടുകയില്ല. അതിനുവേണ്ടി അച്ഛൻ, അമ്മ,
മക്കള്, ഭാര്യ, ഈ വിധ ചിന്തകൾ ആദ്യം വെടിയുക. ഇവിടെ ഭട്ടതിരിപ്പാട് വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ അമ്പലത്തിൽ പോയതുകൊണ്ടോ പിന്നെ വീട്ടിൽ ഇരുന്ന് സഹസ്രനാമം ജപിച്ചതുകൊണ്ടോ ഒന്നും വൈകുണ്ഠത്ത് പോകാൻ പറ്റില്ല. ബാക്കി നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് വൈകുണ്ഠത്ത് പോകണോ? ഒട്ടലുകളിൽ നിന്ന് മാറുക. ഭർത്താവ്, ഭാര്യ, മക്കള്, മനസ്സിലായി, എല്ലാം ഇരിക്കട്ടെ, ഒട്ടരുതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ സകലവിധ ലൗകിക പരമായ ബന്ധങ്ങളിൽ നിന്നും ആദ്യം വേർപെടണം. അതുകൂടാതെ ലൗകിക സുഖങ്ങളിലുള്ള ആഗ്രഹങ്ങളും തീരണം. ലൗകിക സുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാമം. ഈ കാമമാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഒന്ന്, നിങ്ങൾ ബന്ധങ്ങളിൽ ഒട്ടാതെ മാറി നിൽക്കുക. മാറി നിന്നുകൊണ്ട് ഭാര്യ ഭാര്യയുടെ കർമ്മം ചെയ്യുന്നു, ഭർത്താവ് ഭർത്താവിൻ്റെ കർമ്മം ചെയ്യുന്നു. ഒന്നിനോടും ആസക്തി ഇല്ലാതിരിക്കുക. ഇപ്പം മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മുടെ ഹൃദയം പിടയും. അപ്പം നിങ്ങൾക്ക് ഒട്ടലുണ്ട്, മനസ്സിലായ? അത് ആ ഒട്ടലില്ലാത്ത ആളുണ്ടായിരുന്നു പൂന്താനം. പൂന്താനത്തിൻ്റെ കുഞ്ഞു മരിച്ചപ്പോൾ പൂന്താനം പറഞ്ഞത് എന്താണ്? ആ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. കണ്ടോ, എൻ്റെ ഉണ്ണികൃഷ്ണൻ എൻ്റെ മനസ്സിലുള്ളപ്പോൾ എനിക്ക് വേറെ ഉണ്ണി എന്തിന്? അതുകൊണ്ട് പൂന്താനത്തിന് ഒരു ദുഃഖവുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പൂന്താനത്തെ ഓടലോടെ കൊണ്ടുപോയി. നിങ്ങൾക്ക് മോൻ്റെ കൈ മുറിഞ്ഞാൽ വേദന, അപ്പ കൃഷ്ണൻ വരുത്തില്ല. ഈ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഭട്ടതിരിപ്പാട് വളരെ വ്യക്തമാക്കുകയാണ്. ഒരു കാലെടുത്ത് മക്കളോടുള്ള ഒട്ടൽ, അതിനുശേഷം മറ്റേ കാലെടുത്ത് ഗുരുവായൂരപ്പൻ. എന്നിട്ട് പറയും, ഞാൻ ഇരുട്ടവെടുക്ക ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്, ഞാൻ നാളെ തന്നെ വൈകുണ്ഠത്തെത്തും. എത്തില്ല. അപ്പോൾ വൈകുണ്ഠത്തെത്തണമെങ്കിൽ ഒന്ന്, ബന്ധങ്ങളിലുള്ള ഒട്ടൽ നിർത്തുക. രണ്ട്, ലൗകിക സുഖങ്ങളിലുള്ള ആഗ്രഹത്തിൽ നിന്ന് മോചിതരാവുക. ഭഗവാനെ മാത്രം ധ്യാനിക്കുക. അങ്ങനെ എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച് 24 മണിക്കൂറും നാരായണ നാരായണ നാരായണ. മനസ്സിൽ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, സാക്ഷാൽ നാരായണൻ മാത്രം. അങ്ങനെ ഭൂമിയിൽ ആരാണോ ജീവിക്കുന്നവര് അവർക്ക് മാത്രമേ വൈകുണ്ഠത്തെത്തിച്ചേരാൻ പറ്റൂ. കാരണം മുക്തി എന്നത് അവർക്ക് മാത്രമേ ലഭിക്കൂ. അമ്പലത്തിൽ പോയാലും സഹസ്രനാമം പാലിച്ചാലും മുക്തി കിട്ടത്തില്ല എന്ന് ഭട്ടതിരിപ്പാട് നല്ല വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഈ മുക്തി 4 തരത്തിലുണ്ട്. സാലോക്യം, സാമീപ്യമുക്തി, സാരൂപ്യമുക്തി, സായൂജ്യമുക്തി. ഒന്ന്, സാലോക്യമുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയുടെ ലോകത്ത് നമ്മൾ എത്തപ്പെടുന്നതാണ് സാലോക്യമുക്തി. ഇപ്പം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? നിങ്ങൾ ശിവഭക്തനാണെങ്കിൽ നിങ്ങൾ കൈലാസത്തെത്തിച്ചേരും. ആ ലോകത്തെത്തിച്ചേരുന്നത് സാലോക്യമുക്തി. 2, സാമീപ്യമുക്തി. ഇഷ്ടദേവന്റെ അടുക്കലെത്താൻ ഭാഗ്യം ലഭിക്കുന്നതാണ് സാമീപ്യമുക്തി. 3, സാരൂപ്യമുക്തി. ഭഗവാനുമായുള്ള രൂപസാദൃശ്യം കിട്ടുന്നതാണ് സാരൂപ്യമുക്തി. 4, സായൂജ്യമുക്തി. അതായത് പിന്നെ നമ്മളില്ല, നമ്മൾ ഭഗവാനിൽ അങ്ങ് ലയിച്ചു ചേരുന്നു. ഒരു അല്പം പഞ്ചസാര എടുത്ത് പാലിലിട്ടാൽ പിന്നെ പഞ്ചസാര ഇല്ല, പിന്നെ പാല് മാത്രം. അതുപോലെ നമ്മൾ ഭഗവാനിൽ ലയിച്ചു ചേരുന്നതാണ് സായൂജ്യമുക്തി. ഇവിടെ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്ന ആൾക്കാര്, പുണ്യവാന്മാര് സാരൂപ്യമുക്തി ലഭിച്ചവരാ. കാരണം അവർക്ക് ഭഗവാനെ പോലെ 4 കൈയുണ്ട്, ഭഗവാന്റെ ഇന്ദ്രനീല വർണ്ണമാണ്, ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ആഭരണമുണ്ട്, ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന രത്നങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അപ്പം അവർക്ക് സാരൂപ്യമുക്തിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ലഭിച്ചവരെ ഭട്ടതിരിപ്പാട് ദിവ്യജനങ്ങളെന്ന് വിളിക്കുന്നു. അപ്പോൾ ഭട്ടതിരിപ്പാട് തീർത്തു പറയുന്നു, ഭക്തി കൊണ്ട് മാത്രമേ വൈകുണ്ഠത്തെത്തൂ. ഭക്തി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അമ്പലത്തിൽ പോകുന്നതും നാമം ചൊല്ലുന്നതും മാത്രമല്ല, ഒട്ടലില്ലാതെ മക്കളെയും ഭാര്യയെയും പിന്നെ സുഹൃത്തുക്കളെയും ഒക്കെ ആയിട്ട് മിങ്കിള് ചെയ്യുക. യാതൊരൊട്ടലും പാടില്ല. ഒട്ടലെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവർക്ക് അത് വേണം ഇത് വേണം, മക്കൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വിഷമം, അതൊക്കെ മാറ്റിവെക്കുക.
എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലൗകികമായ ഒരു സുഖവും വേണ്ട എന്ന് കരുതുക. യാതൊരു ലൗകിക സുഖവും വേണ്ട, ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ച് കഴിയുക. എങ്കിൽ വൈകുണ്ഠപ്രാപ്തി നേടാം എന്ന് ഭട്ടതിരിപ്പാട് അടിവരയിട്ട് പറയുന്നു. ഇനി നമുക്ക് നാലാമത്തെ വരി, അവസാനത്തെ വരിയിലേക്ക് വരാം. തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേ. തത്തേ ധാമ, അങ്ങനെയുള്ള അങ്ങയുടെ വാസസ്ഥലം എന്തു ചെയ്യുന്നു? നിരസ്ത സർവശമലം, എല്ലാ വിധത്തിലുമുള്ള മാലിന്യങ്ങൾ അകന്നതാകുന്നു. വൈകുണ്ഠരൂപം ജയേ, അങ്ങനെയുള്ള വൈകുണ്ഠരൂപം വിജയിക്കട്ടെ. അതായത് എന്താ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ വരിയിൽ? ദിവ്യജനങ്ങൾ വസിക്കുന്ന വൈകുണ്ഠരൂപത്ത്, വൈകുണ്ഠലോകത്ത് യാതൊരുവിധ കളങ്കങ്ങളില്ല, യാതൊരുവിധ ദോഷങ്ങളില്ല, പാപങ്ങളില്ല, ദുരിതങ്ങളില്ല, യാതൊന്നും തന്നെയില്ല. കാരണം അത് ഗുരുവായൂരപ്പൻ്റെ വാസസ്ഥലമാണ്. അവിടെ ഉള്ളവർ, അവരെയാണ് ദിവ്യജനങ്ങളെന്ന് വിളിക്കുന്നത്. അവർക്കൊരിക്കലും കോപമില്ല, അതെന്താണെന്ന് പോലും അറിയില്ല, സങ്കടമില്ല, വെറുപ്പില്ല, അസൂയയില്ല, പകയില്ല, ഈ ഭൂമിയിലുള്ള യാതൊന്നും അവിടെ ഇല്ല. അങ്ങനെ അവിടെ ഉള്ളത് ഒന്നു മാത്രം, സ്നേഹം, കാരുണ്യം, അത് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ യാതൊരു പകകളോ അസൂയകളോ കോപമോ വെറുപ്പോ യാതൊന്നുമില്ലാത്ത, കളങ്കങ്ങള്, ദോഷങ്ങള്, പാപങ്ങള്, ദുരിതങ്ങള് യാതൊന്നുമില്ലാത്ത വൈകുണ്ഠം ജയിക്കട്ടെ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അങ്ങനെയുള്ള വൈകുണ്ഠം വിജയിക്കട്ടെ. അപ്പോൾ വൈകുണ്ഠത്തിൽ പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ സാക്ഷാൽ നാരായണനെ ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണനെ ഭജിക്കണം. അങ്ങനെ ഭജിക്കുന്നവർക്ക് വൈകുണ്ഠത്ത് പോകാം. പക്ഷേ ഗോലോകത്ത് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാരായണനെ മാത്രം പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു കാരണവശാലും ഗോലോകത്തെത്താൻ പറ്റില്ല. അതിന് രാധ വേണം. രാധാറാണി ഇല്ലാതെ ഒരിക്കലും ഗോലോകത്തേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് വൈകുണ്ഠം വേണ്ട, എനിക്ക് ഗോലോകം മതി, എനിക്ക് എൻ്റെ രാധാറാണി ഇരിക്കുന്ന ഗോലോകം മതി. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ജപിക്കുന്ന ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അത് ജപിക്കും. പക്ഷേ അതിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കത്തില്ല, അതിനൊന്നും ഞാൻ ചെവി കൊടുക്കത്തില്ല. കാരണം അതൊക്കെ ജപിച്ച വൈകുണ്ഠത്ത് പോകും. എനിക്ക് പോണ്ട സ്ഥലം വേറെയാണ്, ഗോലോകമാണ്. അതുകൊണ്ട് ഞാൻ എന്താ ജപിക്കുമെന്നറിയാമോ? രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം ശ്യാം രാധേ രാധേ, രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം ശ്യാം രാധേ രാധേ, രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം ശ്യാം രാധേ രാധേ. എവിടെ പോണം? ഇപ്പൊ തീരുമാനം എടുക്കണം. ഗോലോകമോ വൈകുണ്ഠമോ? ഗോലോകമോ വൈകുണ്ഠമോ? വൈകുണ്ഠമെങ്കിൽ ഹരേ രാമ ജപിച്ചോളൂ, ഗോലോകമെങ്കിൽ എൻ്റെ കൂടെ ജപിക്കണം, എൻ്റെ കൂടെ ജപിച്ചോളൂ. രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം ശ്യാം രാധേ രാധേ. അതേ, ഗോലോകത്ത് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒത്തുകൂടിക്കോ, എല്ലാവരും ഉച്ചത്തിൽ ലഭിച്ചോ, ഉച്ചത്തിൽ ജപിക്കൂ. രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം ശ്യാം രാധേ രാധേ, രാധേ രാധേ ഓ 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 രാധേ രാധേ.
രാസേശ്വരി രാധികമായേ സ്വാഹ.